പൗരത്വ നിയമ പ്രതിഷേധ സമയത്ത് ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപത്തിൽ സംഘപരിവാർ പ്രവർത്തകർ വിഗ്രഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാക്കാൻ ശ്രമിച്ച മുസ്ലിം പള്ളി ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് വീണ്ടെടുത്തു. ഡൽഹി കരാവൽ നഗറിൽ ഷഹീദ് ഭഗത് സിംഗ് കോളനിയിലെ അള്ളാവാലി മസ്ജിദാണ് അർഷദ് മദനിയുടെ നേതൃത്വത്തിലുള്ള ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് വീണ്ടെടുത്തത്. ഡൽഹി കലാപത്തിലമർന്ന സമയത്താണ് സംഘപരിവാർ പ്രവർത്തകർ ജയ് ശ്രീരാം വിളികളുമായി തൃശൂലങ്ങളുമേന്തി വന്ന പ്രദേശത്തെ മുസ്ലിങ്ങളെ ഓടിച്ച വീടുകൾക്ക് തീവെച്ച ശേഷം പള്ളിക്കു നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. തൃശൂലങ്ങൾക്ക് പുറമെ മഴവും ഇരുമ്പുദണ്ടും ഉപയോഗിച്ച് പള്ളിയുടെ ചുമരും തകർക്കാൻ ശ്രമിച്ചിരുന്നു. ചുമരുകൾ വീഴുന്നില്ലെന്ന് കണ്ടതോടെ ഗ്യാസ് സിലിണ്ടറുകൾ പള്ളിക്കകത്തിട്ട് തീ കൊടുത്ത സ്ഫോടനം സൃഷ്ടിക്കുകയുമായിരുന്നു. എല്ലാ പള്ളികളും ബാബരി മസ്ജിദാക്കണമെന്ന് ആക്രോശിച്ചായിരുന്നു പള്ളിക്ക് നേരെ ആക്രമണം നടത്തിയത്. 3 പതിറ്റാണ്ട് പഴക്കമുള്ള അള്ളാവാലി മസ്ജിദ് മിനാരത്തിൽ ഹനുമാൻ പതാക കെട്ടുകയും ചെയ്തിരുന്നു. വംശീയാതിക്രമത്തിനിടെ സംഘപരിവാർ ആക്രമണത്തിനിരയായ പള്ളികളുടെ സർവേ ജംഇയ്യത്തുൽ ഉലമ നടത്തിയതോടെ 19 പള്ളികൾ ആക്രമിക്കപ്പെട്ടതായും അള്ളാവാലി മസ്ജിദ് കയ്യേറി ക്ഷേത്രമാക്കാനുള്ള നീക്കം നടത്തിയതായും അറിഞ്ഞു. ഇതോടെ പള്ളി ഏറ്റെടുത്ത ജംഇയ്യത്ത് ഒക്ടോബർ അവസാന വാരത്തോടെ പുനർനിർമ്മാണം പൂർത്തിയാക്കുകയും പഴയ പ്രതാപത്തോടെ മസ്ജിദ് നടത്തിപ്പുകാരെ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. നേരത്തെ സംഘപരിവാർ പ്രവർത്തകർ പള്ളി മിനാരത്തിൽ കെട്ടിയ ഹനുമാൻ പതാകകൾ അഴിച്ചൂരിയതും സമീപത്തെ ഹിന്ദു യുവാക്കൾ തന്നെയാണ്. അന്ന് രവി എന്ന യുവാവാണ് പതാക അഴിച്ചെടുത്തത്. കലാപത്തോടെ പള്ളി പരിസരത്ത് നിന്ന് കൂട്ടപലായനം നടത്തിയ മുസ്ലിങ്ങളോടെല്ലാം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നും നമ്മൾക്കൊന്നിച്ച സൗഹാർദ്ദത്തോടെ ജീവിക്കാമെന്നും ഡൽഹിയിലെ നല്ലവരായ ഹിന്ദു സഹോദരർ ആവശ്യപ്പെട്ടിരുന്നു. രവി എന്ന സഹോദരൻ സംഘപരിവാർ പ്രവർത്തകർ നാട്ടിയ പതാക അഴിച്ചെടുത്ത തുടക്കമിട്ടു. ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് പള്ളി പുനർനിർമ്മിച്ച രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിച്ചു. നിലവിൽ ദിനേന 5 നേരമുള്ള നമസ്കാരങ്ങളും വെള്ളിയാഴ്ച ജുമ്മ നമസ്കാരവും പുനരാരംഭിച്ച പള്ളി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mamma's dishwash liquid, soft on hands.